എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മനാഭയുടെ ആത്മനമസ്തേ. കുറച്ച് നാളുകളായി ഞാൻ കുറച്ച് ജോലി തിരക്കൊണ്ടൊക്കെയാണ് ഇത് ഒരു യൂട്യൂബ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യാത്ത ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കണമെന്ന് ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ നമുക്കെല്ലാം ഭാഗ്യാതിരേകം കൊണ്ട് ഒരു കുംഭമേള നടക്കുകയാണ്. വേറെ എങ്ങുമല്ല, മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന സ്ഥലത്ത് നാവാമുകുന്ദ സ്വാമിയുടെ ക്ഷേത്ര സമുച്ചയത്തിലാണ് നടക്കുന്നത്. ഭാരതപ്പുഴയുടെ എന്താണ് ഭാരതപ്പുഴ? ഭാരതത്തിൻ്റെ പേരിൽ നമ്മളെല്ലാം കേൾക്കുന്ന ഒരേ ഒരു പുഴയാണ് ഭാരതപ്പുഴ. ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയിലേക്ക് എല്ലാ നദികളും ഒത്തുചേരുന്ന ഒരു സംഗമമാണ്. മറ്റൊരു വിശേഷവും ഇവിടെയുണ്ട്. നദിയുടെ ഒരു കരയിൽ നവാമുകുന്ദനാണെങ്കിൽ ലക്ഷ്മി നാരായണനാണ് നവാമുകുന്ദൻ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അതിൻ്റെ മറുകരയിൽ ബ്രഹ്മാവും മഹാദേവനുമാണ്. അപ്പോൾ ത്രിമൂർത്തി സംഗമം നടക്കുന്ന അപൂർവമായ ഒരു പുണ്യ സ്ഥലം തന്നെയാണ് ഈ ഭാരതപ്പുഴയുടെ നാവാമുകുന്ദ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ പോലെ, അല്ലെങ്കിൽ ഒരു താമരയുടെ ഇതൾ പോലെ ആ ത്രിമൂർത്തികളും ഒന്നായി വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തിരുമൂർത്തിമലയിൽ നിന്നാണ്. അവിടെ എന്താണ് വിശേഷം? ദത്താത്രേയ മുനിയുടെ, ആരാണ് ദത്താത്രേയ സ്വാമി? നമ്മൾക്കറിയാം, മഹാസംഗമമായ ത്രിമൂർത്തികളുടെ തന്നെ രൂപമാണ്. ആ ദത്താത്രേയ സ്വാമിയുടെ പിതാവായ അത്രി മഹർഷിയും അമ്മയായ അനസൂയ മാതാവിൻ്റെയും അവരുടെ ആവാസസ്ഥലമാണ് ഈ തിരുമൂർത്തി മല എന്ന് പറയുന്നത്. ആ മലയിൽ നിന്ന് ഒരു മഹാമേരുവിനെ സ്വീകരിച്ച് നമ്മൾക്ക് ഇവിടെ രഥമായി ഒരു ഘോഷയാത്രയായി കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കൂടി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? ആദ്യമായി ഞാൻ പറയട്ടെ, കോടി നമസ്കാരത്തോടെ എല്ലാ സന്യാസി സമൂഹങ്ങളുടെയും ജുന അഖാഡയായ അതിൻ്റെ ആചാര്യനായ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിസ്വാമികളെ ഞാൻ കോടി നമസ്കാരം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു ശ്രമഫലം തന്നെയാണ് ഇങ്ങനെ ഒരു കുംഭമേള കേരളത്തിൽ നടക്കാൻ ഇന്ന് സാധ്യമാകുന്നത്. അപ്പോൾ ഈ മാമാങ്കത്തിൻ്റെ വിശേഷം എന്താണ്? പണ്ടിത് നടന്നിരുന്നതാണ്. ഇത് മഹാമഖം എന്നും വേണമെങ്കിൽ പറയാം. മാഘമാസത്തിൽ നടക്കുന്ന, മകം നക്ഷത്രത്തിൽ നടക്കുന്ന ഒരു തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ ഈ മാമാങ്കം എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ കേരളത്തിൽ നടന്നിരുന്ന ഒരു സംഗതമാണ്. അത് 26 വർഷം, അതായത് 26 ദിവസം, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വാണിജ്യമുണ്ട്, വ്യവസായമുണ്ട്, ആയോധന കലകൾ, ഇതിൻ്റെയൊക്കെ ഒരു ഉത്സവമേളയായിരുന്നു ഈ ഭാരതപ്പുഴയുടെ തീരത്ത്, ഈ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെന്തായി? അന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരും വരുമായിരുന്നു. തമാശയൊന്നുമല്ല, വളരെ വിശേഷമായി ഭാരതമൊട്ടാകെ നമ്മൾ അറിയുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് നടന്നിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഈ വിശേഷമായ സംഗതികൾ അന്ന് ഒത്തിരി പ്രൗഢിയുള്ളതായിരുന്നു. കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡ്സ് ഓൺ കൺട്രി, ഈശ്വരൻ്റെ നാടാണ് അല്ലേ? അന്നത് അക്ഷരം പ്രതി ശരിയുമായിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നത് 1755 അന്യം നിന്നു പോയി എന്നുള്ളതാണ്. അത് കൊളോണിയൽ വാഴ്ച കൊണ്ടും കോനാതിരിമാരുടെ വാൾപ്പയറ്റും പ്രശ്നങ്ങളും ഒരു ചാവേർ ആക്രമണങ്ങൾ കൊണ്ടും പിന്നെ വർഗീയ കലാപങ്ങൾ കൊണ്ടും വർഗീയ ആക്രമണങ്ങൾ കൊണ്ടും ഒക്കെയായിട്ടും 1755 ഇത് പൂർണ്ണമായി നിന്നുപോയി. പക്ഷേ ധാർമ്മികത പുനരുദ്ധരിക്കാൻ ധർമ്മം വേണം, ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നമ്മുടെ ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ മുൻകൈയെടുത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും അതേ സ്ഥലത്ത് പുനരുജ്ജീവിപ്പിച്ച് നമ്മൾ ഈ ഒരു കുംഭമേള ഇന്ന് നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ സാധാരണ കാശിയിൽ വരെ പോകണം ഒരു ഗംഗ ആരതി കാണണമെങ്കിൽ. നോക്കൂ, ഇവിടെയാണെങ്കിൽ 22 മുതൽ എന്നും നടക്കുകയാണ്, ഫെബ്രുവരി 3 വരെ.
നമ്മൾ ഈ നടക്കുന്ന ഒരു കാലഘട്ടം അതാണ്. ഗണേശ ജയന്തിയാണ്, ശ്രീഗണേശ ജയന്തിയാണ് 22-ന്. അന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതിനു മുൻപ് തന്നെയും നമ്മുടെ ആചാര്യനായ അരുൺ പ്രഭാകർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവിക കാർമ്മികത്വത്തിൽ തന്നെ വൈദിക ചടങ്ങുകളും വൈദിക വേദ മന്ത്ര ഉച്ചാരണങ്ങളോട് തന്നെയാണ് ആരംഭിച്ചത്. മോഹൻജി ഫൗണ്ടേഷൻസിൻ്റെ എല്ലാ കാർമ്മികത്വവും ഇതിനകത്തുണ്ട്. ആരൊക്കെ സന്യാസി സമൂഹങ്ങളാണോ അവരൊക്കെ ഇതിനകത്ത് വളരെയധികം പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഹാകുംഭമേളയായിട്ട് ഇവിടെ നടത്തുന്നത്. 12 വർഷത്തിൽ ഒരിക്കലുള്ളതാണ്. പക്ഷേ ഇന്ന് മുതൽ ഒരു 270 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ആലോചിക്കണം. 1-2 വർഷമല്ല, 270 വർഷത്തിന് ശേഷം ഒരു പുനർജീവനം നടത്തുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, സനാതന മൂല്യം ഉയർത്തിക്കാണിക്കാൻ, ധർമ്മം ചര സത്യം വധ എന്നുള്ളത് തന്നെ നമ്മൾക്ക് കാണിച്ചു തരാൻ, അധർമ്മികളെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച് നല്ല ഒരു സത്യയുഗത്തിലേക്ക് എല്ലാ മനുഷ്യരും സമൂഹവും മാറട്ടെ എന്നുള്ള ഒരു വിഭാവന തന്നെയാണ് ഈ ആചാര്യന്മാർക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക. ആ സമയത്ത് അവിടെ ആ പുണ്യസ്ഥലത്ത് ഈ ഭാരതപ്പുഴയിൽ ഗംഗാനദിയുടെ ഒരു സാന്നിധ്യവും ഈ പറയുന്ന സമയങ്ങളിലുണ്ടെന്ന് പണ്ടുള്ളവർ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഇവിടെ മാമാങ്കം അരങ്ങേറിയിരുന്നത്. ഇന്നും അത് വീണ്ടും നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ഗംഗയിൽ നടന്ന കാശിയിൽ നടക്കുന്ന ഗംഗാ ആരതി ഇവിടെ നിള ആരതിയായി അവിടെയുള്ള പണ്ഡിറ്റുകൾ തന്നെ ഇവിടെ വന്ന് നടത്തുന്നു എന്നുള്ളതാണ്. 7 സമുദ്രങ്ങളെ, സപ്തസമുദ്രങ്ങളെ പ്രതിനിധീകരിക്കുന്നത് പോലെ 7 പണ്ഡിറ്റുമാർ വന്നിട്ടാണ് ഈ നിള ആരതി നടക്കുന്നത്. ഒന്ന് ആലോചിച്ചു, കണ്ണഞ്ചിക്കുന്ന, മനം കുളിർക്കുന്ന ആ ഒരു ആനന്ദം, ആത്മഹർഷം നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ആ സമയത്ത് ദീപധൂപ ആരതി കൊണ്ടാണ്, ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് ഈ ഗംഗാ നദിയെ ആരാധിക്കുന്ന അതേ പൂജ തന്നെ നമ്മൾക്കിവിടെ നിളാനദിയെ നമ്മൾ പൂജിക്കുകയാണ്. മനുഷ്യന് ജലമാണ് ഏറ്റവും ആവശ്യമുള്ളത്, അല്ലേ? ആ ജലത്തിൻ്റെ എന്താണ് ഒരു ദൈവികമായ ചൈതന്യം, അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതും കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ പുഴയും സംരക്ഷിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ നിള നദി ആരതി ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത്. അവിടെ നമുക്ക് വിളക്ക് വെക്കാം, ദീപം തെളിയിക്കാം, നമ്മൾക്ക് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നവാമോദ ക്ഷേത്രത്തിൽ പിതൃകർമ്മ ബലികൾ നടക്കുകയാണ്. എന്നും പിതൃകർമ്മം നടത്തിക്കും. നമ്മൾ ഇല്ലം വല്ലം നെല്ലി എന്നാ പറയുക. പിതൃകർമ്മ തിരുവല്ലവും തിരുനെല്ലിയും സ്വന്തം വീടും ആണ് ബലികർമ്മത്തിന് ഏറ്റവും യോഗ്യതപ്പെട്ടത് എന്ന് പറഞ്ഞാലും ഒരുപാട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്നും ബലി നടത്തുന്നത് കാണാറുണ്ട്. ദശാവതാരത്തിൽ പരശുരാമസ്വാമിയാണ് പിതൃമോക്ഷം നടത്തുന്നതെന്ന്, പുണ്ടരീകാക്ഷ, ജനാർദ്ദന എന്നൊക്കെ നമ്മൾ വിളിച്ച് സാക്ഷാൽ പ്രപഞ്ചനാഥൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത്. എന്നും ബലികർമ്മങ്ങൾ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ എത്രയോ പിതൃകർമ്മ ബലികൾ ഇവിടെ നടക്കുന്ന ആ സ്ഥലത്ത് പോയി നമുക്കും പിതൃകർമ്മം നടത്താം. പിന്നെ അവിടെ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ മുൻപായിട്ടുള്ള സന്യാസിമാർ വന്ന് അവിടെ പരിശുദ്ധമാക്കി ഓരോ ജലവും ഗംഗാനദി അടക്കം നമ്മൾ പോയി മുങ്ങുമ്പോൾ നമ്മുടെ പാപം അവരെ ഏറ്റെടുത്ത് നമുക്ക് ശുദ്ധമാവുന്നു എന്ന് പറയുന്നു. പക്ഷേ അവരും അപ്പോൾ അഴുക്കാവുകയാണ്. അവരുടെ അഴുക്ക് മാറണമെങ്കിൽ പുണ്യപുരാതനങ്ങളായ ആ മഹർഷി വര്യന്മാരുടെ പാദസ്പർശമേൽക്കാൻ വേണ്ടി ഗംഗാനദി പോലും കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പുണ്യം ആയി തീർന്ന ആ ജലം നമ്മളും പോയി ചെന്ന് സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ എത്രയോ തലമുറകളായിട്ടുള്ള മൺമറഞ്ഞു പോയ ആൾക്കാരുടെ, നമ്മൾക്കറിയില്ല, ജ്ഞാതമായും അജ്ഞാതമായും നമ്മൾക്ക് എവിടേക്കോ നമ്മുടെ അച്ഛനെ അമ്മയെ നമുക്കറിയാം, അച്ഛൻ്റെ അമ്മയെ അറിയാം, പക്ഷെ അതിനപ്പുറമുള്ള ആൾക്കാരെ നമുക്കറിയില്ല. ആരോട് ചോദിച്ചാലും മിക്കവർക്കും ചിലപ്പോൾ ഒരു 2 പേരെ 3 പേരെ 3 തലമുറ അറിയാമായിരിക്കും, അതിൻ്റെ അപ്പുറം ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ അവിടെ സ്നാനം ചെയ്യുമ്പോൾ നമ്മൾ മഹാകുംഭമേളയിൽ ഇതുപോലെ പോകാൻ ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും അത്ര പുണ്യപുരാതനമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം സ്നാനം നമ്മൾ മുങ്ങി വരുമ്പോഴും നമ്മൾ 21 തലമുറകൾക്ക് മുൻപേ ഉള്ള നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് വേണ്ടി അവർക്ക് മോക്ഷം കിട്ടണേ, അവർ നല്ല ഭഗവാന്റെ പാദത്തിൽ നല്ല ഒരു സ്ഥാനം കിട്ടണേ. ഇപ്പോൾ ഈ ജീവിക്കുന്ന സമൂഹത്തിലെ സകല പ്രപഞ്ചത്തിൽ നോക്കൂ, എത്ര ജീവജാലങ്ങളുണ്ട്, ആരൊക്കെ ഏതൊക്കെ കർമ്മം അനുസരിച്ചാൽ എനിക്ക് നമുക്കറിയില്ല. എല്ലാ ജനങ്ങൾക്കും നല്ല വരിക. അപ്പോൾ
സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപായിട്ട് മൺമറഞ്ഞു പോയ 21 തലമുറയ്ക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയും നമ്മൾ ഒന്ന് മുങ്ങുക. സമസ്ത ലോകത്തിനും നന്മ എന്ന് പറഞ്ഞ് ഒന്നും മുങ്ങുക. പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ചുരുങ്ങിയതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ സമസ്ത ലോകത്തിനും വേണ്ടി നമ്മൾ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മൾ എല്ലാ മനുഷ്യൻ ചെയ്യുന്നത്? സ്വന്തം വീട്, എൻ്റെ ഭാര്യ എൻ്റെ തട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മനുഷ്യന് പൊതുവേ അല്ലേ? ഇതല്ല. നമ്മൾ അതല്ല ചിന്തിക്കേണ്ടത്. ഈ സകല ജീവജാലങ്ങളും എൻ്റെ സഹോദരൻ, നമ്മുടെ യേശുദേവൻ പോലും പറയുന്നു എന്താണ്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നിന്നെ അറിയുന്നത് പോലെ, നിൻ്റെ കുറ്റവും കുറവും അറിയുന്നത് പോലെ നിൻ്റെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞു, പഞ്ചശുദ്ധി വരുത്തുക. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി, ദേഹശുദ്ധി, പരിസരശുദ്ധി, ഇതെല്ലാം തന്നെയും ഇവിടെയും നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക, അവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, അവിടെ മലീമസമാക്കാതിരിക്കുക. നമ്മളുടെ ശരീരവും മനസ്സും എല്ലാം പ്രപഞ്ചനാഥന് പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാം ഭഗവാനെ നീയേ ഉള്ളൂ, ഞാൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലൂടെ നീ തന്നെയാണ് ഞാൻ, തത്വമസി അങ്ങനെ കണ്ട് നമ്മൾ പൂർണ്ണമായും ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ഭഗവാനിലേക്ക് തന്നെ അലിഞ്ഞു ചേരാൻ ഓരോ മനുഷ്യൻ്റെയും ജന്മ ഉദ്ദേശം ഇത് തന്നെയല്ലേ? ഇതൊക്കെ സാധ്യതമാകുന്നത് ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ അവിടെ പോയി പങ്കെടുക്കുമ്പോഴാണ്. ഇതിനു വേണ്ടിയാണ് സന്യാസി വര്യന്മാർ, പണ്ട് മുതലേ ഉള്ള സന്യാസി വര്യന്മാർ ഇതൊക്കെ പറഞ്ഞു വെച്ചിരുന്നതാണ്. നമ്മളതൊന്നും കേൾക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മൾ കഥകളിലൂടെ ഓരോന്നോരോന്നും അതിൻ്റെ തത്വങ്ങളൊന്നും ഗ്രഹിക്കാതെ ബാക്കി കഥകളും പറഞ്ഞ് അതിൻ്റെ കഥാപാത്രങ്ങളെയും കുറ്റപ്പെടുത്തി പരിഹസിച്ച് അന്യോന്യം പഴിചാരി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഥകൾ പറയുന്നത്. ആ കഥകൾ വികലമാക്കി അടുത്ത തലമുറകൾ വേറെയും എഴുതുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലികാലം. പക്ഷെ അതൊന്നുമല്ല, പണ്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. അവർ ഈശ്വരനെ ദർശിച്ചവരാണ്. അവരിലൂടെയാണ് നമ്മൾ ഈശ്വരന്മാരെ കാണേണ്ടത്. സ്വാമി സത്യസായി ബാബ പോലും പറയുന്നു, സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ. ഈ 5 തത്വങ്ങൾ ശീലിച്ചാൽ മനുഷ്യൻ ഈശ്വരനായില്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ പ്രവാചകന്മാരും ഓരോ അവതാരങ്ങളും ഓരോ ഋഷീശ്വരന്മാരും നമ്മൾക്ക് വന്ന് ഈശ്വരനിൽ എത്തിച്ചേരാൻ എന്താണ് നല്ല വഴി എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ഇതൊരു ഈശ്വരൻ്റെ നിയോഗമാണ്. ഈ കേരളത്തിൽ മലബാറിൽ ഈ കുംഭമേള നടക്കുന്നതെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ പങ്കെടുക്കുക. അവിടെ ഓരോരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ചക്രപൂജയും ബലിപൂജയും ഒക്കെ നടന്നു കഴിഞ്ഞു. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ ദൈവിക നാരായണീയ ആചാര്യന്മാരുടെ 9 കോടി നാരായണാർച്ചനകൾ അവിടെ നടക്കുകയാണ്. നാമജപ അർച്ചനയാണ്. എന്തുകൊണ്ടാണ്? കലികാലത്തിൽ ജപം മാത്രമാണ് മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു നാമം, ഭഗവൻ്റെ സഹസ്രനാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം നീ നിരന്തരമായി ജപിച്ചുകൊണ്ടിരിക്കൂ. നീ വേറൊന്നും നമുക്കത് ആവശ്യമില്ല. നമ്മൾക്ക് പൂർണ്ണതയിലെത്താൻ അത് തന്നെയാണ് ആവശ്യം. കാരണം മറ്റുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്നില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടി 16,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ ചിന്തകൾ ഒരു മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. ഇതെല്ലാം നമ്മൾക്ക് തടസ്സം ചെയ്ത് ഈശ്വര ചിന്ത മാത്രമുണ്ടെങ്കിൽ ജപം കൊണ്ട് നമുക്ക് അനാവശ്യ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ കലികാലത്തിൽ നമ്മൾ ജപം ഒരു സാധനയാക്കണം എന്ന് പറയുന്നതിൻ്റെ ഉള്ളത്. അപ്പോൾ നിളാനദിക്കരയിൽ ഭാരതപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്ന ഈ കുംഭമേളയിൽ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കൂ. ഇത് എവിടുന്നാണ് വരുന്നത്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള രഥഘോഷയാത്ര വന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും വേദമന്ത്ര ഉച്ചാരണങ്ങളും ഘോഷയാത്രകളും സാംസ്കാരിക സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടന്ന് ആകെ അവിടെ ഒരു പ്രകമ്പനം കൊള്ളുന്ന ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ്. നമുക്ക് ആത്മീയതയിലേക്കുള്ള ഒരു പ്രയാണത്തിന് ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സന്യാസി വര്യന്മാർക്കും എല്ലാ ഗുരുപരമ്പരകൾക്കും എൻ്റെ മാതാപിതാ വഴിയുള്ള എല്ലാ പിതൃക്കൾക്കും എല്ലാ മഹർഷി പരമ്പരകൾക്കും എല്ലാ ഗുരുപരമ്പരകൾക്കും പൂർണ്ണമായും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
നമസ്തേ, നന്ദി.